വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ വീണ്ടും രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ. സംവരണത്തെ സെൻസസുമായും മണ്ഡല പുനർനിർണയവുമായും ബന്ധിപ്പിക്കാനുള്ള നീക്കം വനിതാ സംവരണം വൈകിപ്പിക്കും. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താതെയുള്ള പുതിയ ഭേദഗതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമെന്നും സിപിഐഎം വിമർശിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സീറ്റുകളിൽ സംവരണം നടപ്പിലാക്കണമെന്നാണ് സിപിഐഎം നിലപാട്. അതിനാലാണ് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും 2023 ബില്ലിനെ പിന്തുണച്ചത്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും സെൻസസ് നടപടികളോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരണമോ തുടങ്ങിയില്ലെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടം മാത്രം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടികളുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് കേന്ദ്രം പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം കേന്ദ്രം അവഗണിച്ചു. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടത്തി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ചർച്ചകൾ ആവശ്യമുള്ള വിഷയമാണ്. എല്ലാ സംസ്ഥാനങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ഇക്കാര്യത്തിൽ വിപുലമായ സംവാദം വേണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. വനിതാ സംവരണം നടപ്പിലാക്കാൻ കേന്ദ്രത്തിന് ആത്മാർത്ഥമായ താൽപര്യമുണ്ടെങ്കിൽ സംവരണത്തെ സെൻസസിൽ നിന്നും മണ്ഡല പുനർനിർണയത്തിൽ നിന്നും പ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാനുള്ള ആർജവം കാണിക്കണം. ഇതിനായി നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ 2029 മുതൽ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി മോദി സർക്കാരിനില്ലെന്നും സിപിഐഎം വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.